കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കുണ്ടംകുഴി നെടുമ്പയലിലെ നാരായണിയേട്ടിയുടെ വീട്ടിലാണ്. കുണ്ടംകുഴി മീത്തൽ ബസാറിൽ ലോട്ടറി സ്റ്റാൾ നടത്തുന്ന നാരായണിയേട്ടി നല്ലൊരു ഗായിക കൂടിയാണ്. നാരായണിയേട്ടിയെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം. നമസ്കാരം. പിന്നെ ഇന്ന് പോയിട്ടില്ല ലോട്ടറി? കുണ്ടംകുഴി പോയിട്ടില്ലേ? ലോട്ടറിക്ക് പോയി, ലോട്ടറി കഴിഞ്ഞിട്ട് വന്നു. അതെ, ഉച്ചവരെ ഉള്ളൂ? ഉച്ചവരെയല്ല, അത് തീരുന്നതിനനുസരിച്ചിട്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ ടിക്കറ്റ് വിൽപ്പനയെല്ലാം? എങ്ങനെയുണ്ട് ടിക്കറ്റ് വിൽപ്പനയെല്ലാം? ചെലവാകുന്നൊന്നുമില്ല ടിക്കറ്റ്. ഈ 50 രൂപ കൂട്ടിയ പിന്നെ ടിക്കറ്റ് ചെലവാകുന്നില്ല. ശരി. എത്ര വർഷമായി? കുറെ വർഷമായി ലോട്ടറി വിൽപ്പന? 5-8 വർഷമായി ലോട്ടറി വിൽപ്പന തുടങ്ങിയിട്ട്. കുണ്ടംകുഴിയിൽ തന്നെ? കുണ്ടംകുഴിയിൽ നടന്നു വെക്കും. ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്തിന്റെ പേര്, നിങ്ങൾ താമസമില്ല സ്ഥലത്തിന്റെ പേര്? താമസമില്ല സ്ഥലത്തിന്റെ പേര് നെടുമ്പൽ, കുണ്ടംകുഴി നെടുമ്പൽ. ശരി. ഇവിടെ കുറെ വർഷമായ താമസം? ഇവിടെ 2000 വന്നതാണ്. മുമ്പ് ബേത്തൂർപ്പാറ? മുമ്പ് ബേത്തൂർപ്പാറ. എന്റെ സ്വന്തം സ്ഥലം ബേത്തൂർപ്പാറ. ബേത്തൂർപ്പാറ തന്നെയാണോ? അല്ല, ബേത്തൂർപ്പാറ കാവിന്റെ അടി മട്ടാന്ന് പറയും. ശരി. പഠിച്ചതല്ല നിങ്ങളെടാ? പഠിച്ചത് ബേത്തൂർപ്പാറയില്. ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞിട്ട് വന്നല്ലേ? കല്യാണം കഴിഞ്ഞിട്ടല്ല, ഇവിടെ വന്ന് ഒരു ഷെഡെല്ലാം കെട്ടി താമസിച്ചാണ്. പുറമ്പോക്കില് ഷെഡെല്ലാം കെട്ടിട്ട് താമസിച്ചത് 2000 വന്നിട്ട്. ശരി. അപ്പൊ ഈ പിന്നെ ലോട്ടറി വിൽപ്പന ആ ജോലിക്ക് മുമ്പ് വേറെന്ത് പണിയുണ്ടായേ? ലോട്ടറി വിൽപ്പനക്ക് മുമ്പ് എല്ലാ പണിക്കും പോകും. സാധാരണ കൂലി പണി എടുത്തോണ്ടുണ്ടായിരുന്നത്. പിന്നെ വീടി പണിയെടുത്തു, കോറല് പണിക്ക് പോയി, എല്ലാ കൂലി പണിക്കെല്ലാം പോയിക്കൊണ്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോം നേഴ്സിന് പോയി എറണാകുളത്തൊക്കെ. അവിടെ കുറെ ഉണ്ടായിരുന്നു? അവിടെ ഒരു 15 വർഷം ഉണ്ടായി. ഈ പാട്ട് പണ്ടേ പാടുവാ? പാട്ട് ചെറുപ്പത്തിലെ ഇഷ്ടാണ്. പിന്നെ എപ്പോഴത്തൊക്കെ ഒന്നും പാടാനൊന്നും കഴിഞ്ഞിട്ടില്ല. അവസരം കുറവെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മൾ സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളെ പിള്ളേരൊന്നും അങ്ങനെ സ്കൂളിൽ പാടാനോ പിന്നെ അങ്ങനെ കലാപരിപാടിക്കൊന്നും ചേർക്കുകയില്ല. ഒരു പ്രാർത്ഥനക്ക് പോലും നമ്മളെ കുഞ്ഞുങ്ങളെയൊന്നും എടുക്കൂല അന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെ പാട്ടിനോടൊരു ഇഷ്ടം തോന്നി, ഇങ്ങനെ കേട്ടിട്ടെല്ലാം പാടാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് അവസരങ്ങളുണ്ടോ? ഇപ്പൊ പാടാൻ അവസരമുണ്ട്. ഞാൻ കുറെ ഗ്രൂപ്പിലുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. പിന്നെ അതുപോലെ സ്റ്റേജ് പരിപാടിയെല്ലാം കിട്ടി അങ്ങനെ പോകും. പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പൊ കുറച്ച് മാസം കൊണ്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അതേടാ? അത് കുണ്ടംകുഴി സഹൃദയം. ശരി. അവിടെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്? പഠിപ്പിക്കുന്നു. അപ്പോ പിന്നെ 40 വയസ്സായില്ലേ? 40 വയസ്സായി. 44 വയസ്സായി. എന്നാലും പാട്ടോടുള്ള ഒരു പിന്നെ ആഗ്രഹം, അല്ലെ പഠിക്കാനുള്ള ആഗ്രഹം പിന്നെ കൊണ്ടുപോകുന്നത് നല്ലതല്ലേ? അതെ, പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് താല്പര്യം. അതെ, ഇനിയും പഠിക്കണം, പാടണം എന്ന് തന്നെ ആഗ്രഹം. വീട്ടിലാറില്ലേ? വീട്ടിൽ അമ്മയുണ്ട്, മോനുണ്ട്, പിന്നെ പിള്ളേര്, ഞങ്ങൾ തന്നെ. ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു പാടാണ്. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീടാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ഇത്തിരി ചൂട്ടും കൊണ്ടേവാ, കുന്നിറങ്ങി കൂടെ വരും കുളിർ വെണ്ണിലാവേ, കുഞ്ഞുമണിച്ചെപ്പിൽ നീ കളപം തായോ, കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീടാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ഇത്തിരി ചൂട്ടും കൊണ്ടേവാ. ഈ സിനിമാ ഗാനങ്ങൾ മാത്രം പാടലല്ല? സിനിമ ഗാനം, നാടൻ പാട്ട്, മഞ്ചേട്ടന്റെ നാടൻ പാട്ടെല്ലാം പാടും. പിന്നെ നാടകഗാനം പാടും. നാടകഗാനം ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? 2 വരി. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാരാ, രാജത്തെ രാജകുമാരിയ വന്നു നിൽക്കാനൊരു മോഹം, ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാരാ. ഈ പാട്ട് പാടുന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും കലാപ്രവർത്തനം, നാടകം കളിക്കലോ അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെ? ഡാൻസ്, ഇത് തനത് പാട്ട്, നാടൻ പാട്ട്,
പിന്നെ തുടി കൊട്ടി പാടുന്ന അതിന് പോവും. പിന്നെ ഡാൻസിനെല്ലാം പോവും. ഈ കുടുംബശ്രീയിൽ ഉണ്ടെങ്കിലും ഇവിടെ കുടുംബശ്രീ ഉണ്ട്. കുടുംബശ്രീ നീള കുടുംബശ്രീയിലാണ്. നെടുമ്പയില് അവരെല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുടുംബശ്രീ തന്നെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാകുന്നു. കുടുംബശ്രീന്റെ തന്നെ പ്രോഗ്രാം എല്ലാം ഉണ്ടാകുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം കോളിയിറക്കത്തെല്ലാം പോയി സമ്മാനം കിട്ടിഞ്ഞു. കുറെ സമ്മാനം കിട്ടിഞ്ഞു. പിന്നെ ഇത് കരോക്കെ പല മത്സരത്തില് 1ാം സ്ഥാനം കിട്ടിഞ്ഞു. ശരി. അതേത് പാട്ട് പാടിയത്? അത് കുടുംബശ്രീന്റെ പരിപാടിക്ക് പോയിട്ട് അമ്പലത്തെ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാളിയിടം കഴിഞ്ഞിട്ട് പഴയ പാട്ട്. അത് വാട്സപ്പ് ഗ്രൂപ്പില് അങ്ങനെ മത്സരം. പിന്നെ കുടുംബശ്രീ മത്സരത്തിന് പോയിട്ട് അമ്പലത്തേക്ക് പിന്നെ ഒരു മാപ്പിള പാട്ടിന് 1ാം സമ്മാനം കിട്ടി. അത് ഓർമ്മ? മാപ്പിള പാട്ട് ഓർമ്മ? അത് 2 പരിപാടിക്കും. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന പറുതാനേ, ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകളെ ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന പറുതാനേ. എറണാകുളത്ത് പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത്, ഹോം നേഴ്സിന്റെ ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെയുള്ള അവസരം ഉണ്ടായിരുന്നു? പാടാനുള്ള അവസരം അവിടെ? ഇല്ല, അവിടെ അങ്ങനെ പാടാനുള്ള അവസരം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നിക്കുന്നിടത്ത് ഒരു വീട്ടില് നിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു ടീച്ചറെ വീട്ടിലാണ് ഞാൻ നിന്നത്. റിട്ടയർഡായ ഒരു ടീച്ചറെ വീട്ടിൽ നിന്നത്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അക്ഷരമൊന്നും അറിയുന്നുണ്ടായില്ല. അപ്പൊ വേറൊരു പെണ്ണും കൂടി ഉണ്ടായി വയനാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പൊ 2ആളാണ് ഒരു വീട്ടില് നിക്കുന്നത് ഉണ്ടായത്. അപ്പൊ ആ പെണ്ണിന് മലയാളം അറിയില്ല, എനിക്ക് ഇംഗ്ലീഷും അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് 1 മണിക്കൂർ നമുക്ക് മലയാളം പഠിപ്പിക്കും, അക്ഷരം പഠിപ്പിക്കും. എനിക്ക് പിന്നെ ഇത് ഇംഗ്ലീഷും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ടീച്ചർ. പിന്നെ അങ്ങനെ അവര് എന്നെ കൊണ്ട് പാടിപ്പിക്കും. പിന്നെ പാട്ടിനെല്ലാം നല്ല കൈകൊണ്ട് പാട്ട് പാടുന്നെല്ലാം പറഞ്ഞിട്ട് പാട്ടെല്ലാം പാടിപ്പിക്കും, എന്നെ കൊണ്ട് പാടിപ്പിക്കും. അല്ലാതെ അങ്ങനെ വേറെ എവിടെയും പോയിട്ട് പാടാനൊന്നും അവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ലോട്ടറി സ്റ്റാൾ ഉള്ളത് പിന്നെ കുണ്ടംകുഴിയിലാ? കുണ്ടംകുഴിയില്. അത് 3-ാം കടവ് പോകുന്ന വഴിയില് കൈലാസ് ഹോട്ടലിന്റെ അപ്പുറത്ത് ഒരു പെട്ടി വെച്ചിട്ട് അവിടെ വിൽപ്പന നടത്തുന്ന പുറത്തുനിന്ന് മേടിച്ചിട്ട് പിന്നെ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ നടന്നു വിൽക്കുന്നത്. ഇപ്പൊ ഈ അമ്മക്ക് സുഖമില്ലാത്ത കാരണം അങ്ങോട്ടൊന്നും പോകാൻ കഴിയുന്നില്ല. അമ്മ തീരെ കിടപ്പില് ഉണ്ട്. അല്ലെങ്കിൽ കുണ്ടംകുഴി ടൗൺ മൊത്തം നടന്ന് കുണ്ടംകുഴിന്ന് ബന്ധെടുക്ക വരെ നടക്കും. അങ്ങനെ നടന്ന് വിറ്റോണ്ടുണ്ട്. കൂടുതൽ എത്ര ടിക്കറ്റ് എല്ലാം വിറ്റിട്ടുണ്ടാവും? മുമ്പ് 100-200 ടിക്കറ്റ് എല്ലാം വിറ്റിട്ടുണ്ട്. അപ്പൊ 10-600 റുപ്യ കിട്ടും നമുക്ക്? കിട്ടും. അപ്പൊ ഈ ലോട്ടറി വിൽപ്പന നടത്താൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല? ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഈ മേഖലയില്. കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ലോട്ടറി വിൽപ്പനക്കാരന്നെ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ അതിന്റെ GST എല്ലാം കുറച്ച് തരുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇത്ര ഈ ടിക്കറ്റ് വിറ്റെങ്കിൽ അതിലൊന്നും കിട്ടാനുമില്ല, പ്രൈസ് ഒട്ടും തീരെ ഇടുന്നില്ല. സമ്മാനം കിട്ടിയില്ല നിങ്ങളുടെ ടിക്കറ്റ്? സമ്മാനം മുമ്പെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ 1 ലക്ഷം വരെ കിട്ടി. ഞാൻ വിറ്റ ടിക്കറ്റിന് 1 ലക്ഷം ഉണ്ടായി. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും? കിട്ടും, അതിന്റെ കമ്മീഷൻ കിട്ടും. ഇഷ്ടപ്പെട്ട പാട്ട് പാടാം. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 പേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 പേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി, കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കുരങ്ങി തുമ്പക്കൂടത്തിൽ തുള്ളി തുള്ളിവാ. 1 മണി തെന്നലിൽ നീതിലേവാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി 1000 പേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ.
17ന്റെ പൂങ്കരളിൻ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതെന്റെ പൂങ്കനവിൻ മാറത്തു നീ തൊട്ടമറുകാണ്.